ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കുംബർ ലൈമാണ്, ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് കൂടി പോകരുത്, ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ എടുത്തിരിക്കുന്നത് പുതിനയുടെ ഇലയാണ്, അതൊരു 3-4. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇലയുടെ എണ്ണം കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 ഇലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര, നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതെല്ലാവരും കൂടി ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കുക്കുംബർ അരിഞ്ഞിടാം. ഒരു കുക്കുംബർ ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയുടെ അളവ് ഒരിക്കലും കൂടി പോകരുത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതിയാകും. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പുതിനയുടെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഇലയാണ്, 2 വലിയ ഇലയും 2 ചെറുതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് ഞാൻ ഇട്ട് കഴിഞ്ഞ് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. കുറവ് വേണ്ടവർക്ക് കുറവ് ഇടാം, അല്ലെങ്കിൽ കൂടുതൽ വേണവർക്ക് കൂടുതലിടാം. ഇപ്പം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങയുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ പാടെയുള്ള നാരങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പക്ഷെ അത് കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കയ്പ്പരസം വരും. ആ കാരണമാണ് ഞാൻ നാരങ്ങയുടെ ജ്യൂസ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും ഫ്രഷ് ആയിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നേരം കഴിഞ്ഞ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരുപാട് നേരം കഴിഞ്ഞ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ കയ്പ്പരസമൊക്കെ വരാം. അതുകൊണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ നാരങ്ങയുടെ പുളിക്ക് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. പഞ്ചസാരയുടെ അളവിലും അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പ വെച്ച് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഐസും വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം ഐസ് ഇട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമുക്ക് ഇപ്പോൾ പുളിയുടെ അളവൊക്കെ നമ്മൾ മാറ്റം വരുത്താം. നാരങ്ങയുടെ പുളിക്കനുസരിച്ച് അതിന് മാറ്റം വരുത്താം, അത് ശ്രദ്ധിക്കണം. ഇപ്പം ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇപ്പം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഒരു 2 ഗ്ലാസിൻ്റെ അളവാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണം, ലൈം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.